ഒഴുകി വണ്ടികൾ പോകുന്നുണ്ട്, ബ്ലോക്കായി കിടക്കുന്നില്ല. കാരണം സർവീസ് റോഡ് ഒരു സൈഡിൽ കൂടെ അല്ലേ വാഹനം വരുന്നുള്ളൂ. ഹായ് ഫ്രണ്ട്സ്, ഞാനിപ്പോൾ ചാത്തന്നൂരാണ് നിൽക്കുന്നത്. ഇന്ന് നമ്മൾ ചാത്തന്നൂരിൽ നിന്ന് പാരിപ്പള്ളി വരെയുള്ള റോഡ് പണി കാഴ്ചകളാണ്. നമ്മളിന്ന് പോകുന്നത് ബഹുഭൂരിപക്ഷവും സർവീസ് റോഡിൽ കൂടെ ആയിരിക്കും. അപ്പോൾ ഇന്നൊരു സർവീസ് റോഡ് യാത്രയായിരിക്കും. ഓക്കെ, നമ്മളിപ്പോൾ ചാത്തന്നൂരായിരിക്കുന്നത്. ചാത്തന്നൂരിലെ പുതിയ അപ്ഡേറ്റ് എന്ന് പറയുന്നത് ഈ പിയറിൻ്റെ മേളിൽ ഗഡറുകൾ സ്ഥാപിച്ച് തുടങ്ങിയിട്ടുണ്ട്. ഇപ്പം തന്നെ ഒരു 2, 4, 6 ഗഡറുകൾ സ്ഥാപിച്ചിട്ടുണ്ട്. കേട്ടോ, ഇതാണ് ചാത്തന്നൂരിലെ പുതിയ അപ്ഡേറ്റ്. നമ്മളിന്ന് ചാത്തന്നൂരിൽ നിന്ന് പറഞ്ഞ പോലെ പാരിപ്പള്ളി വരെ പോവാണ്. ബഹുഭൂരിപക്ഷവും സർവീസ് റോഡിൽ കൂടെയാണ് നമ്മൾ പോകുന്നത്. ഇവിടെ സർവീസ് റോഡ് സ്റ്റാർട്ട് ചെയ്തില്ല, കുറച്ച് മുമ്പോട്ട് പോട്ടെ. ചാത്തന്നൂർ പാരിപ്പള്ളിക്കിടയിൽ നല്ല രീതിയിൽ വർക്ക് പുരോഗമിച്ചിട്ടുണ്ട് കേട്ടോ. നമുക്ക് റൈറ്റ് സൈഡിൽ സർവീസ് റോഡിൻ്റെ നിർമ്മാണം ഏകദേശം ടാറിങ് വർക്ക് പൂർത്തിയായിട്ട് കാണാൻ സാധിക്കുന്നുണ്ട്. നമ്മൾ ചാത്തന്നൂർ പോലീസ് സ്റ്റേഷൻ്റെ മുമ്പിലാണ്. നമ്മളിതുവരെ സർവീസ് റോഡിലേക്ക് കയറിയിട്ടില്ല. ഇവിടെ നിന്ന് സർവീസ് റോഡിൻ്റെ പണി തുടങ്ങിയിട്ടില്ല. ഗൈസ്, അങ്ങനെ നമ്മൾ സർവീസ് റോഡിലേക്ക് കയറുകയാണ്. ചാത്തന്നൂർ ജംഗ്ഷൻ കഴിഞ്ഞ ഉടനെയാണ് സർവീസ് റോഡ് ഇപ്പം പണി പൂർത്തിയായി തുറന്നു കൊടുത്തത്. അപ്പോൾ ചാത്തന്നൂർ ജംഗ്ഷൻ കഴിഞ്ഞ ഉടനെ സർവീസ് റോഡിൽ കൂടെയാണ് എല്ലാ വാഹനങ്ങളെയും കടത്തിവിടുന്നത്. 2 സൈഡിലും സർവീസ് റോഡ് വഴിയാണ് കേട്ടോ വാഹനങ്ങൾ കടന്നു പോകുന്നത്. ഞാൻ കഴിഞ്ഞ ദിവസം ഇതുവഴി പോയിട്ടുണ്ടായിരുന്നു. ഒരു വാഹനം പോലും ഓപ്പോസിറ്റ് വന്നില്ലായിരുന്നു. 1-2 ബൈക്കുകൾ ഇതേപോലെ വന്നിട്ടേ ഉള്ളൂ. കംപ്ലീറ്റ് ഇപ്പോൾ 1 വേ ആയിട്ട് ആണ്. ഓപ്പോസിറ്റ് വന്നു കഴിഞ്ഞാൽ ആ ബ്ലോക്ക് ആവും. അതുകൊണ്ടാണ്. അപ്പോൾ നമ്മൾ KSRTC ബസ് സ്റ്റാൻഡിലേക്ക് പോകുന്ന ആ ഭാഗത്ത് എത്തിയിട്ടുണ്ട്. ഇവിടെയൊക്കെ ഇപ്പം നിലവിലുണ്ടായിരുന്ന റോഡ്, പഴയ റോഡിൻ്റെ അവിടെ മണ്ണിട്ട് വേർത്തുകയാണ്. നല്ല രീതിയിൽ വർക്ക് പുരോഗമിച്ചിട്ടുണ്ട്. ഇവിടെ ഇത് അത്യാവശ്യം നല്ല ഹൈറ്റും വീതിയുള്ള ഒരു അണ്ടർപാസ്സാണ്. ഇതിൻ്റെ മറുഭാഗത്തെ പണി പുരോഗമിച്ചുകൊണ്ടിരിക്കുകയാണ്. ഇപ്പോൾ വണ്ടികൾ നല്ല ഏത് പീക്ക് ടൈമിലായാലും നല്ല ഒഴുകി വണ്ടികൾ പോകുന്നുണ്ട്, ബ്ലോക്കായി കിടക്കുന്നില്ല. കാരണം സർവീസ് റോഡ് ഒരു സൈഡിൽ കൂടെ അല്ലേ വാഹനം വരുന്നുള്ളൂ. അതുകൊണ്ട് അത്യാവശ്യം നല്ല വേഗതയിൽ തന്നെയാണ് വാഹനങ്ങൾ പൊയ്ക്കൊണ്ടിരിക്കുന്നത്. വണ്ടി പണിയായി കേട്ടോ. അത് അങ്ങനെ നമ്മളിപ്പം KSRTC പോകുന്ന ഭാഗം കഴിഞ്ഞ് മുമ്പോട്ട് വരുവാണ്. മുമ്പോട്ട് വരുമ്പോൾ നമുക്കിവിടെ കാണാൻ സാധിക്കുന്നത് ഇവിടെ ഇങ്ങനെ ഒരു സൈഡിൽ 3 പാതയുടെ ഫസ്റ്റ് ലെയർ ടാറിങ്ങൊക്കെ പൂർത്തിയായിട്ട് നമുക്ക് കാണാൻ സാധിക്കുന്നുണ്ട്. അതുപോലെ തന്നെ ഡിവൈഡർ പൂർത്തിയായി, ക്രാഷ് ബാരിയറിന് പണി പൂർത്തിയായിട്ട് കാണാൻ സാധിക്കുന്നുണ്ട്. ഞാൻ പറഞ്ഞില്ലേ, വാഹനങ്ങൾ നല്ല സ്പീഡിലാണ് ഇങ്ങനെ പൊയ്ക്കൊണ്ടിരിക്കുന്നത് കേട്ടോ. അപ്പോൾ നമ്മൾ ചാത്തന്നൂർ തുടങ്ങിയ സർവീസ് റോഡാണ്. മറു സൈഡിലും സർവീസ് റോഡ് വഴിയാണ് വാഹനങ്ങളെ കടത്തി വിടുന്നത്. ഞാൻ ഈ റൈറ്റ് പിടിച്ച് വരുന്നത് ഈ സൈഡിലെ റോഡ് പണിയും കൂടെ കാണിക്കാൻ വേണ്ടിയിട്ടാണ് കേട്ടോ. നമ്മളിപ്പോൾ ഈ JSM ഹോസ്പിറ്റലിൻ്റെ അടുത്തെത്തിയിട്ടുണ്ട്. നമ്മളിനി ചെല്ലാൻ പോകുന്നത് ശീമാട്ടി ജംഗ്ഷനിലേക്കാണ്. ശീമാട്ടി ജംഗ്ഷൻ വരുന്ന അണ്ടർപാസ്, അതിൻ്റെ പണിയൊക്കെ കണ്ടോ നല്ല രീതിയിൽ പുരോഗമിച്ചതായിട്ട് നമുക്ക് കാണാൻ സാധിക്കുന്നുണ്ട്. ഇത് അണ്ടർപാസിലേക്ക് പോകുന്ന ഭാഗമാണ്. നമ്മളിപ്പോൾ ചാത്തന്നൂരിൽ നിന്ന് സ്റ്റാർട്ട് ചെയ്തിട്ട് ശീമാട്ടി വരെ സർവീസ് റോഡിൽ കൂടെയാണ് പോകുന്നത്. മെയിൻ റോഡിലെ പണിയാണ് കേട്ടോ. ഇപ്പുറത്ത് അണ്ടർപാസ്സാണ്. ഇവിടെ ഉടനെ ടാറിങ് പണി തുടങ്ങും കേട്ടോ. ഇത് ചെറിയൊരു അണ്ടർപാസ്സാണ് കേട്ടോ.
നമ്മൾ ചീമാട്ടി ജംഗ്ഷനാണ്. ഇവിടെ ഇത്രയും ഹൈറ്റിലാണ് മെയിൻ റോഡ് പോകുന്നത്. വാവ്, വീണ്ടും സർവീസ് റോഡ് വഴിയാണ് നമ്മൾ യാത്ര പൊയ്ക്കൊണ്ടിരിക്കുന്നത്. ബഹുഭൂരിപക്ഷവും സർവീസ് റോഡ് വഴിയുള്ള യാത്രയാണ്. നമ്മൾ ചീമാട്ടി ജംഗ്ഷൻ കഴിഞ്ഞ് നമ്മുടെ സ്പിന്നിങ് മില്ലിൻ്റെ ഫ്രണ്ട് ഭാഗം എത്തിയിട്ടുണ്ട്. ഇവിടെ വാഹനങ്ങൾ മെയിൻ റോഡ് വഴിയാണ് കേട്ടോ പോകുന്നത് കുറച്ച് ഭാഗത്തേക്ക്. പക്ഷെ നമുക്ക് സർവീസ് റോഡിൽ കൂടെ തന്നെ കയറിപ്പോകും. സർവീസ് റോഡും പണി പൂർത്തീകരിച്ചതാണ്. ഇന്നത്തെ വീഡിയോ സർവീസ് റോഡ് വഴിയുള്ള യാത്ര ആയതുകൊണ്ട് തന്നെ നമുക്ക് ഈ സർവീസ് റോഡ് വഴി കയറിപ്പോകാം. അപ്പോൾ നമ്മൾ സ്പിന്നിങ് മില്ലിൻ്റെ ഫ്രണ്ട് ഭാഗത്താണ്. ഇവിടെ ഏകദേശം 6 പാതയുടെ പണികൾ ഏകദേശം ഇത്രത്തോളം പൂർത്തിയായിട്ടാണ് ഉണ്ടോ. ഫസ്റ്റ് ലെയർ ടാറിങ് 2 ഭാഗത്ത് 6 പാതയുടെ പൂർത്തിയായിട്ടുണ്ട്. അതേപോലെ തന്നെ സർവീസ് റോഡിൻ്റെയും പണി കണ്ടാ പിന്നെ പൂർത്തിയായിട്ട് കാണാൻ സാധിക്കുന്നുണ്ട്. ഇപ്പോൾ വാഹനങ്ങൾ കണ്ട ഈ മെയിൻ റോഡ് വഴി തന്നെയാണ് പോകുന്നത്. ഓക്കെ, നമ്മൾ ഇത്രയും നേരം സർവീസ് റോഡിൽ വന്നിട്ട് ഇവിടെ കുറച്ച് ഭാഗം ടാർ ചെയ്യാൻ ബാക്കിയുണ്ട്. ഞാൻ കഴിഞ്ഞ ദിവസം വന്നപ്പോൾ ഇവിടെയൊക്കെ നല്ല വെള്ളക്കെട്ടായിരുന്നു കേട്ടോ. വെള്ളമൊന്നും പ്രോപ്പറായിട്ട് പോകുന്നില്ല. അത് പണി കംപ്ലീറ്റ് ചെയ്യുമ്പം എല്ലാം റെഡി ആകുമെന്ന് വിചാരിക്കുന്നു. ഓക്കെ, ഇവിടുന്ന് അങ്ങോട്ട് സർവീസ് റോഡ് കുറച്ച് ഭാഗം പണി കഴിഞ്ഞിട്ടില്ല. നമുക്കതുകൊണ്ട് തന്നെ മെയിൻ റോഡിലേക്ക് കയറാം. വിശാലമായി കിടക്കുന്ന മെയിൻ റോഡ്. പണി കണ്ടോ, വളരെ ഫാസ്റ്റായിട്ടാണ് പുരോഗമിക്കുന്നത്. ഇവിടെ കുറച്ച് ഒരു കുന്നുണ്ടായിരുന്നു, ചെറിയൊരു കുന്ന്. അത് നല്ല പാറയാണ് കേട്ടോ. അങ്ങനെ പാറ പൊട്ടിച്ചുകൊണ്ടിരിക്കുകയാണ്. ഇവിടെ പിന്നെ കുറച്ച് ഭാഗത്തേക്ക് പഴയ നിലവിലുള്ള റോഡിൽ കൂടെയാണ് ഇരു സൈഡിലെ വാഹനങ്ങൾ കടന്നുപോയിക്കൊണ്ടിരിക്കുന്നത്. അല്ല, ഇവിടെയാണ് പാറ പൊട്ടിച്ചുകൊണ്ടിരിക്കുന്നത്. കുറേ ദിവസമായി പൊട്ടിച്ച് തുടങ്ങിയ ഒരുപാട് പാറ പൊട്ടിച്ച് മാറ്റിയിട്ടുണ്ട് കേട്ടോ. അവിടെ അവർക്ക് ഒരുപാട് പാറ കിട്ടിയിട്ടുണ്ട്. അതും അടിപൊളി പാറയാണ്. ഓക്കെ, സൂപ്പർ പാറ. നമ്മൾ കല്ലുവാതുക്കിലേക്ക് എത്താറാകാൻ പോവുകയാണ്. കല്ലുവാതുക്കിലെത്താൻ നേരത്ത് വീട് നമ്മൾ സർവീസ് റോഡിൽ കൂടെയാണ് കയറി പോകുന്നത്. കല്ലുവാതുക ജംഗ്ഷനിൽ നമ്മൾ സർവീസ് റോഡ് വഴിയാണ് വാഹനങ്ങൾ കടന്നു പോകുന്നത്. ഇവിടെയൊക്കെ വേറെ ലുക്കായി മാറിയിട്ടുണ്ടല്ലേ. കല്ലുവാതുക്കൽ ജംഗ്ഷൻ കഴിയുമ്പോൾ നമ്മൾ വീണ്ടും നിലവിലുള്ള പഴയ റോഡിൽ കൂടെയാണ് വാഹനങ്ങൾ പോകുന്നത്.
ഓപ്പോസിറ്റ് വരുന്ന വാഹനങ്ങൾ സർവീസ് റോഡ് വഴിയാണ് കേട്ടോ പോകുന്നത്. അപ്പുറം സൈഡ് സർവീസ് റോഡ് വഴിയാണ് പോകുന്നത്. ഈ ഭാഗത്ത്, അതായത് കല്ലുവാതുക്കൽ കഴിഞ്ഞ് പാരിപ്പള്ളി വരെയുള്ള ഭാഗത്ത് ഒരുപാട് ലേറ്റായിട്ടാണ് വർക്ക് സ്റ്റാർട്ട് ചെയ്തത്. അതുകൊണ്ട് ഇപ്പോഴും ഈ തറനിരപ്പാക്കുന്ന പണിയാണ് ഇവിടെ കുറച്ച് ഭാഗത്തേക്ക് നമുക്ക് കാണാൻ സാധിക്കുന്നത് കേട്ടോ. ഈ ഇടയ്ക്കാണ് ഈ ഭാഗത്ത് പണികൾ തുടങ്ങിയത്. ഈ ഭാഗത്തൊക്കെ പുതിയ റോഡ് ഇത്രയും ഉയരത്തിലാണ് വരുന്നത് കേട്ടോ. ഇനിയും കുറച്ചും കൂടെ ഉയരും. ഇവിടെ ഉടനെ ടാറിങ് പണി തുടങ്ങും. ഈ ഭാഗത്തൊക്കെ ഉടനെ 2 ദിവസത്തിനകം ടാറിങ് പണി തുടങ്ങും. നമ്മൾ പാരിപ്പള്ളി എത്തുന്ന മുമ്പ് കുറച്ച് ഭാഗത്തേക്ക് ഇതേപോലെ ആറൂര് പാതയുടെ പണികൾ ഇത്രത്തോളം ഫസ്റ്റ് ഇയർ ടാറിങ്ങൊക്കെ പൂർത്തിയായിട്ടുണ്ട്. നമ്മൾ പാരിപ്പള്ളി ജംഗ്ഷൻ എത്തുന്നതിന് മുമ്പ് ഇവിടെ മെയിൻ റോഡിൽ നിന്ന് ഒരു എക്സിറ്റ് ഉണ്ട് കേട്ടോ. സർവീസ് റോഡിലേക്കുള്ള ഒരു എക്സിറ്റ് നമുക്ക് ഇവിടെ കാണാൻ സാധിക്കും. നമ്മൾ വീണ്ടും നല്ല സർവീസ് റോഡിലേക്ക് കയറിയിട്ടുണ്ട്. അപ്പോൾ ചാത്തന്നൂർ പാരിപ്പള്ളി ഇടയിലുള്ള ഭാഗം ആ കടമ്പാട്ട് കോണം അടിപൊളി രീതിയിലാണ് പണി മുന്നോട്ട് പോകുന്നത്. കുഴപ്പമില്ല. നമ്മൾ ഇത്രയും ദൂരം സർവീസ് റോഡ് കൂടി ഓടിച്ചിട്ടും ഒരു വാഹനവും ഓപ്പോസിറ്റ് വന്നിട്ടില്ല. 1-2 ബൈക്കുകൾ വന്നതല്ലാതെ വലിയ വാഹനങ്ങളൊന്നും വന്നിട്ടില്ല. സർവീസ് റോഡിൽ കൂടി സ്മൂത്തായിട്ട് നമുക്ക് വരാൻ പറ്റി കേട്ടോ. പാരിപ്പള്ളി വരെ പാരിപ്പള്ളിയിൽ വരുന്ന ഫ്ലൈ ഓവറിൻ്റെ പിയറിൻ്റെ വർക്ക്, ഒരു സൈഡിലെ പിയറിൻ്റെ വർക്ക് കംപ്ലീറ്റ് ചെയ്തിട്ടുണ്ട് കേട്ടോ. 1, 2, 3, 4 പിയറിലാണ് വരുന്നത്. 4 പിയറിൻ്റെയും വർക്ക് കംപ്ലീറ്റ് ചെയ്തിട്ടുണ്ട്. ഇനി ഗഡറുകൾ സ്ഥാപിക്കുകയാണ് അടുത്ത പണി.
കട്ട ബ്ലോക്കാണ്, നല്ല കട്ട വെയിൽ. ഈ വഴിയോര കച്ചവടക്കാർക്കാണ് പണി കിട്ടുന്നത് കേട്ടോ. റോഡ് പണി പൂർത്തിയായപ്പോഴത്തേക്ക് റോഡ് സൈഡിൽ കച്ചവടം ചെയ്യാനുള്ള എല്ലാ സാധ്യതകളും അടയും. ഓക്കെ, നമ്മുടെ വീഡിയോ ഇവിടെ അവസാനിപ്പിക്കുകയാണ്. നല്ലൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം ഫ്രണ്ട്സ്. അതുവരെ ബൈ.